നമസ്കാരം. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലപ്പുറം ജില്ലയിലെ നമ്മുടെ മഞ്ചേരി ടൗണിൽ നിന്ന് കീശേരിക്ക് പോകുന്ന റോഡാണ്. പുൽപ്പറ്റക്ക് എത്തുന്നതിന് മുന്നേ ആണ് നമ്മളെ ഈ വീടുള്ളത്. അതും 6.25 സെന്റിൽ അതിമനോഹരമായ 800 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടാണ് കാണിച്ചത്. ചുറ്റും നല്ല അടിപൊളി കോമ്പൗണ്ട് വാൾ, ചുറ്റും മതിൽ കെട്ടി നല്ല അടച്ചുറപ്പാക്കിയിട്ട വീടാണ്. ഇതിലേക്ക് വണ്ടിയും വാഹനങ്ങളും വരാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ 800 മഞ്ചേരി മുനിസിപ്പാലിറ്റിയാണ് ഇത് വീടുള്ളത്. അതിമനോഹരമായ ഈ വീടിന്റെ ഫ്രണ്ട് ഭാഗത്താണ് നിൽക്കുന്നത്. നേരെ വലതു ഭാഗത്ത് നല്ല കായ്ച്ചിന നല്ല സൂപ്പർ തെങ്ങ് ഇതിൽ തന്നെ ഉണ്ട്. നല്ല സൂപ്പറാണ്. അപ്പോൾ വീട് കൂടുതൽ പഴക്കമില്ലാത്ത വീടാണ്. അതായത് ബസ് റൂട്ട് റോഡിൽ നിന്ന് 3ാമത്തെ ഫ്ലോട്ട് എന്ന് പറയുന്നത് 3ാമത്തെ വീടാണ്. ഈ മനോഹരമായ ഒരു നല്ലൊരു വീട്, പുതുപുത്തൻ വീട് നമുക്ക് പറയാം. നല്ല അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും. നേരെ സിറ്റ് ഔട്ടിൽ നിന്ന് നല്ല ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങൾ, നമ്മുടെ കുട്ടിമാർക്കുണ്ട്. നല്ല അത്യാവശ്യം നല്ല സ്പേസിൽ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. നല്ലൊരു വീട് തന്നെ. ഞാൻ നേരെ ലിവിൻ ഹാളിലേക്കാണ് കയറുന്നത്. ഹാളിലേക്ക് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം വീട് എത്രമാത്രം പഴക്കമുണ്ട്, എങ്ങനെയുണ്ട് വീടൊക്കെ. ഇതിന്റെ ഉൾഭാഗത്തിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാവും. നോക്കിങ്ങളെ, ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളുമുണ്ട്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ 2 സ്റ്റെയർ കേസിന്റെ ഉള്ളിൽ റൂമിന്റെ അടിയിലായിട്ടാണ് നമ്മുടെ കോമൺ ബാത്റൂം. മുകളിലേക്കുള്ള സ്റ്റെയർ കേസിന്റെ പണി, അതായത് നമ്മുടെ സറഫുദ്ദീന്റെ പണി എടുക്കാൻ, ചെറിയ പണി ഇതിമേ മേലേക്കുള്ള സ്റ്റെയർ കേസ് വർക്ക് എടുക്കാണ്ട് ഇതിന് മുകളിലേക്ക് കോമൺ ബാത്റൂമിന്റെ മുകൾ ഭാഗം വരെ ടൈൽ വാട്ടർ പ്രൂഫ് ചെയ്ത് നല്ല കമ്പനി ക്ലോസറ്റാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. വാഷ് ബേസിന് തൊട്ടുപുറത്ത് തന്നെ അതിന്റെ നമുക്ക് പല്ല് തേക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. പിന്നെ നേരെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വലതു ഭാഗത്തെ പട്ടത്തെ റൂം നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം നമ്മളെ കട്ടിലിട്ട് കഴിഞ്ഞാൽ അതിന്റെ സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. റൂമും വീടിന്റെ ഹൈറ്റും അത്യാവശ്യം നല്ല ഹൈറ്റിലുണ്ട്. അലമാര ഇതിമേ തന്നെ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് നമുക്ക് വലിപ്പ് മോഡലൊക്കെ കൊടുക്കണമെങ്കിൽ റാക്കുകളൊക്കെ കൊടുത്ത് ഉഷാറാക്കിയിട്ടുണ്ട്. ഡോറുകളായാലും നല്ല സെറ്റപ്പിലാണ്. വിദ്യാഭ്യാസ സ്ഥാപനമൊക്കെ ഒരു 1/2 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ഞാൻ 2ാമത്തെ റൂമിലേക്കാണ്. 2ാമത്തെ റൂം കയറുമ്പോൾ തന്നെ അതിന്റെ സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളി. പിന്നെ അലമാര ഫുൾ സെറ്റ് ചെയ്ത് നല്ല സെറ്റപ്പിൽ നമുക്ക് വലിപ്പ് മോഡലൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കുക. അങ്ങനെ 2 റൂം കണ്ട്. ഏത് ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് വീട്ടിലേക്ക് വഴിയുണ്ടോ, അതേമാതിരി വെള്ളം കയറുന്ന സ്ഥലമാണോ, കരഭൂമിയാണോ ഒക്കെ നോക്കും. അതിലൊക്കെ നല്ല എല്ലാം കൊണ്ട് സൗകര്യമുള്ള, അതും വീടുകളൊക്കെ ഉള്ള ഏരിയ കൂടിയാണ്. ഞാൻ നിൽക്കണ എവിടെയാണ്, അടുക്കളയിലേക്ക് കിച്ചണിലേക്ക് എത്തി. കിച്ചണിലേക്ക് വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം നമുക്ക് റാക്കുകളൊക്കെ, ടിന്നുകൾ, സാധനങ്ങൾ വെക്കാനും എല്ലാ സൗകര്യവും. നമുക്ക് ഗ്യാസിന്റെ അടുപ്പ് ഉണ്ടാവും ഇവിടെ തന്നെ തൊട്ടടുത്ത് വെക്കാനും. പിന്നെ നമുക്ക് ഒരു പാത്രം കഴുകാനും എല്ലാ സൗകര്യത്തിലടങ്ങിയ ഒരു അടുക്കള കിച്ചൺ കണ്ടിന്യൂ പോകുന്നത് വർക്കേരിയേക്കാണ്. വർക്കേരിയ എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് സ്പേസിൽ സീറ്റൊക്കെ ഇട്ട് നല്ല ഫുൾ സെറ്റപ്പ് ആയിട്ട് നല്ലൊരു അടുപ്പുണ്ടാക്കിയിട്ടുണ്ട്. നമുക്കൊരു ആലുവ അടുപ്പ് ഉണ്ടാക്കണമെങ്കിലൊക്കെ ഏകദേശം നല്ല അതിന്റെ കട്ടിങ്ങും ടൈലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ആലുവ അടുപ്പ് ഉണ്ടാക്കിയിട്ടില്ല. ബാക്കിയുള്ള എല്ലാ പണിയും ഇനി അതേമാതിരി ഇതിന്റെ പുറത്തോട്ട്, ഇത് മുകൾ ഭാഗത്ത് പുറത്തെ സീറ്റാട്ടോ. നമുക്ക് പുറത്തോട്ട് ഇങ്ങനെ പോയ ഗ്രില്ല് അടിപൊളി ഫുള്ള് ഇൻഡസ്ട്രി വർക്ക് ചെയ്ത് ഫുള്ള് ഡോറ് വെച്ചിട്ടുണ്ട്. പിന്നെ പുറത്തോട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഓണോ ക്രിസ്തുമസോ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകണമെങ്കിൽ നമുക്ക് ചെറിയൊരു അടുപ്പടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്റെ അടുക്കളുടെ ബാക്ക് ഭാഗത്ത് നിങ്ങൾക്ക് കാണാം അടിപൊളി വിശാലമായ വലിയൊരു വെള്ളം പറ്റാത്ത കിണർ തന്നെ നല്ല സൗകര്യത്തിൽ നല്ലതുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ മതിലാണ് വീടിന്റെ അതിര്. അല്ലട്ടോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കൃഷി, അതേമാതിരി ചക്ക ഒക്കെ മക്കളെ, എന്താ ചക്ക എല്ലാം ഉണ്ട് കേട്ടോ. അതില് ഏതൊക്കെ ഉള്ള അത്യാവശ്യം തെങ്ങുണ്ട്. പിന്നെ നമുക്ക് ഇതിലൊക്കെ കവുങ്ങുണ്ട്. ഏകദേശം അത്യാവശ്യം തൈകളും മരങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഏരിയയും കൂടി തന്നെ കൃഷി ചെയ്യാനും. പിന്നെ ഈ വീടിന്റെ ഒരു കോമ്പൗണ്ട് വാൾ ഇതിന്റെ ഉൾഭാഗത്ത് കെട്ടി വൃത്തിയാക്കിയിട്ടുണ്ടെന്നുള്ളൂ. പിന്നെ അതേമാതിരി നമുക്ക് പാത്രം കൈകളുള്ള സൗകര്യമുണ്ട്. ഏകദേശം 800 സ്ക്വയർ ഫീറ്റിന്റെ വീടാണ്. കൂടുതൽ താമസിക്കാത്ത, പരിക്ക് വരാത്ത വീടാണ്. നിങ്ങൾക്ക് അടുക്കളന്റെ ഏകദേശം വർക്കരയൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ സെന്റിന് ഇവിടൊക്കെ 5 ലക്ഷം രൂപ ഒക്കെ വില വരുന്ന മുനിസിപ്പാലിറ്റി കേട്ടോ. ഏകദേശം നല്ല റേഞ്ച് വരുന്ന ഒരു ഏരിയ, പഞ്ചായത്തല്ല മുനിസിപ്പാലിറ്റിയാണ്. അപ്പൊ നല്ല അടിപൊളി ഒരു വീടാണ്. അപ്പൊ ആരും വിടണ്ട. നമ്മൾ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത്. ഇതിൽ വില നിങ്ങൾക്ക് അറിയണ്ടേ, എത്ര ഉള്ളൂ? 38 ലക്ഷം രൂപയെ ചോദിക്കണുള്ളൂ. പിന്നെ ഒരു കച്ചവടല്ലേ, നമുക്ക് ഏകദേശം ഇവിടെ ഇരുന്ന് സംസാരിക്കാം. ആർക്കെങ്കിലും ഈ മഞ്ചേരി ടൗൺ ഭാഗത്ത് നല്ല വീടുകളും ഹൗസും ഉണ്ടെങ്കിൽ ആണ് വിളിച്ചോളി മക്കളെ.